പിറ്റേ ദിവസം ആയപ്പം തന്നെ ആൾ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസവും നല്ല തലേന്ന് തന്നെ ആളൊരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ആൾ ചിരിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾക്ക് വേദനയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾക്ക് കേട്ടോ. എന്നാലും ഞാൻ രാത്രി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോളെ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു മനസ്സമാധാനക്കേടാണ്. അതിൻ്റെ കൂട്ടത്തിൽ കയ്യിലാ നീഡിലും കൂടെ കിടക്കുന്നുണ്ടെങ്കിൽ നല്ല പേടിയുണ്ട്. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ കൈ കയറി തട്ടയൊക്കെ ചെയ്യുവാണെങ്കിൽ നീഡിലൊക്കെ വളഞ്ഞു പോയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഒരു ഫേസ് ടവൽ ഇങ്ങനെ കയ്യിൽ ചുറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. തട്ടയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് താങ്ങണ്ടാന്ന് കരുതി. എന്നാലും അവർ തട്ടി 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 ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്ക് ഇതാ മോളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മളോട് പൊക്കോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്ചാർജിന് നമുക്ക് തന്നോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾ ഓക്കെ ആണ്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, രാവിലെ തന്നെ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ തന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ചായ കുടിച്ചില്ല കേട്ടോ. നല്ല തലവേദന എടുത്തിട്ട് വയ്യായിരുന്നു. കാരണം ഇന്നലെ രാത്രി ഞാൻ ഒരു പോളെ കണ്ണ് ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അമ്മ പോയി ചായയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞനുമായിട്ട് കുറച്ച് നേരം വീഡിയോ കോളിലൊക്കെ സംസാരിച്ചു. ആളിന്ന് വന്നിട്ടില്ലേ. കുഞ്ഞന് ഇന്നലെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഒക്കെ നല്ല കാലിന് വേദന ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇന്ന് വരണ്ട, ഞാനങ്ങ് ഓട്ടോ പിടിച്ച് വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞൻ പിന്നെ വന്നില്ല. പിന്നെ ഇതാ പോകുന്നതിന് മുന്നായിട്ട് അവർ നീഡിൽ മാറ്റുന്നുണ്ടായിരുന്നേ കയ്യിൽ. അന്നേരത്തേക്ക് കരഞ്ഞൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അവരൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം എടുത്തോളൂ, ഇന്നലെ എടുത്തിട്ടേന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു ഇഞ്ചക്ഷൻ ആ ഒരു സമയത്ത് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. ആ സമയത്താണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഭയങ്കര ബഹളമായിരുന്നു. വെച്ചാൽ നിർത്താതെ കരച്ചിലായിരുന്നു കുഞ്ഞ്. അയ്യോ പാവത്തിന് നല്ല വേദനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവളെ സമാധാനിപ്പിക്കാനും കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ഉച്ച കഴിഞ്ഞാണ് നമുക്ക് ഡിസ്ചാർജ് ആയത് തന്നെ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഞാനിങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും കുഞ്ഞൊക്കെ ആയിട്ട്. ഞാൻ വന്നപ്പോഴത്തേക്ക് കുഞ്ഞനാണെങ്കിൽ ഇവിടെ കിടക്കുമായിരുന്നു. എഴുന്നേക്കാൻ പോലും മനുഷ്യന് വയ്യായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് നല്ല തലകറക്കം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ. അതുകൊണ്ടാണ് പിന്നെ ഒട്ടും അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത്. ഇവിടെ ഒരാൾ നല്ല തകൃതിയിൽ സംസാരമൊക്കെ നടക്കുകയാണ്. അതുകൊണ്ടാണ് കാറിക്കൂവലൊക്കെ നിങ്ങൾ കേൾക്കുന്നത്. ഇപ്പോൾ അവളെ അടുത്ത് കിടത്തിയിട്ടായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇനി എൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഇനി ഞാൻ സംസാരിക്കുവാന്നും പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ആ ഊന്നൊക്കെ എൻ്റെ അടുത്ത് ആക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ പിന്നെ വീട്ടിൽ വന്നിട്ട് ഫുഡ് നമ്മൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുഞ്ഞിനും ഇവിടെ വിശന്നിരിക്കുകയായിരുന്നു. ആളടുത്ത് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളും പിന്നെ ഇനി പെട്ടെന്ന് വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളും കഴിച്ചില്ല. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ പിന്നെ മൂന്നുപേരും കൂടെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ.